നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. ചില പ്രത്യേക റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ പരിശോധിക്കും. ഇനിയുള്ള ഒരു മണിക്കൂറിൽ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. നമ്പർ ഒരിക്കൽ കൂടി: 048428300510. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വാർത്തകൾ ഉണ്ടായിരിക്കാം, അത് പ്രേക്ഷകരെ അറിയിക്കണം എന്നാഗ്രഹമുണ്ടായിരിക്കാം. അങ്ങനെ പ്രേക്ഷകരുടെ കൈവശമുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 6235968937. നമ്പർ ഒരിക്കൽ കൂടി: 6235968937. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല എന്നാണ് വിലയിരുത്തൽ. പീക്ക് സമയത്തെ ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് മറികടക്കുകയാണ്. 115.9 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയ ആവശ്യകത 5635 മെഗാവാട്ടായി കുറഞ്ഞു. ഉപയോഗം കുറഞ്ഞില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ള നിലപാടിലാണ് KSEB. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിക്കുകയാണ്. ബോധവൽക്കരണമൊക്കെ പാളിയപ്പോഴാണ് പ്രാദേശിക നിയന്ത്രണമെന്ന ആശയം ബോർഡ് നടപ്പിലാക്കിയത്. പക്ഷേ അതിലും വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് KSEBയുടെ തീരുമാനം. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി. 5635 മെഗാവാട്ടായിരുന്ന പീക്ക് സമയത്തെ ആവശ്യകത. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും വർധനയുണ്ടായി. 93 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്ന് എത്തിച്ചത്. വർദ്ധിച്ച ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് KSEB വിലയിരുത്തൽ. പലതവണ പറഞ്ഞിട്ടും ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല. 2 ദിവസത്തെ ഉപയോഗം നോക്കി വീണ്ടും ലോഡ് ഷെഡിങ്ങിന് ശുപാർശ നൽകും. ഉപയോഗം കൂടിയത് കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം KSEB പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തിന് ആവശ്യമായതിൽ 20% വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 റുപ്യ തൊട്ട് 20 റുപ്യ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ തകരാറിച്ച നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പം മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ്. ഇതിനിടെ മെയ് മാസവും 19 പൈസയുടെ സർചാർജ് തുടരാൻ KSEB തീരുമാനിച്ചു. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക. ഇതിൽ 10 പൈസ KSEBയുടെ സർചാർജും 9 പൈസ റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജുമാണ്. മഴ വരുന്നതോടെ സാഹചര്യം മാറും. പരമാവധി 1 മാസം നീളാനിടെയുള്ള പ്രതിസന്ധി ജനങ്ങളെ ഒപ്പം നിർത്തി മറികടക്കാനാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം രാവിലെ പുറത്തു വന്നിരുന്നു. 1 മുതൽ 4 വരെയുള്ള പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത്. 24 ഇംപാക്ട്. താനൂർ കസ്റ്റഡി മരണക്കേസിൽ CBI ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടിയത് പോലീസിലേക്കായിരുന്നു. താമിർ ജിഫ്രിയുടെ മരണം മുതൽ ഓരോ വിവരങ്ങളും 24 കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒടുവിൽ നീതി ലഭ്യമായതിന്റെ സന്തോഷത്തിലാണ് താമിർ ജിഫ്രിയുടെ കുടുംബം. താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമിർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24-നോട്. എന്തായാലും സന്തോഷമുണ്ട്. കാര്യം നമ്മളെ
8-9 മാസത്തോളമായി. ഇതുവരേക്കും അനിയൻ്റെ കേസിൽ യാതൊരു പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്ത്. വളരെയധികം സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR-ലുള്ളത്. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമർ ജിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 24 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. താമർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാളുടെ വെളിപ്പെടുത്തലും 24 പുറത്തുവിട്ടത്. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യം ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ കേസ് CBIക്ക് കൈമാറി. 24-ന്റെ ഇടപെടലിനെ താമർ ജിഫ്രിയുടെ കുടുംബം അഭിനന്ദിച്ചു. പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചതുകൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളും കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, കാര്യം അഭിനന്ദിക്കുന്നു. പ്രതികളെ എറണാകുളം CJM കോടതിയിൽ റിമാൻഡ് ചെയ്തു. നീതി ലഭ്യമാക്കേണ്ടവർ പ്രതികളാകുമ്പോൾ നടപടിക്രമങ്ങളും വേഗത്തിലാക്കേണ്ടതുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനും ഇടിമുറികൾ ആവരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് താനൂർ കസ്റ്റഡി മരണം. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ കേസായിരുന്നു താനൂരിലെ താമർ ജിഫ്രിയുടെ കസ്റ്റഡി മരണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ താനൂരുകാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കേസിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടവർ തൃപ്തരാണോ? കാണാം ചില പ്രതികരണങ്ങൾ. അതായത് അന്ന് ആ വിഷയങ്ങൾ നടക്കുമ്പോഴേ പോലീസുകാരതിൽ കൃത്യമായിട്ട് പ്രതികളാണെന്നുള്ളത് അന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ വാർത്ത ചെയ്തത് തന്നെയാണ്. 24 അത് വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീതി ലഭിച്ചത് ഇപ്പോഴാണെന്നുള്ളതാണ്. കാരണം ഈ പോലീസിലും ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനും ജനകീയ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നീതി ലഭിക്കുന്ന സ്റ്റേഷനായിട്ടൊന്നും പൊതുജനങ്ങൾ തോന്നിയിട്ടില്ല. പഴയ കാലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കേട്ടിട്ടുള്ള പോലീസിൻ്റെ ഒരു അപകടം വന്നിട്ട് മരണപ്പെടണം പ്രശ്നമൊക്കെ. പിന്നെ അതിന് ശേഷം നമുക്ക് വന്നതെന്താ വെച്ചാൽ ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോലീസുണ്ട്. ആ ഒരു പോലീസിൻ്റെ ഇടയിൽ നിന്നും ഇത്തരം കുറച്ച് പോലീസുകൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊതുജനായ എനിക്കാണെങ്കിലും ആ ഫാമിലിക്കാണെങ്കിലും ഇത് വലിയൊരു സങ്കടം തന്നെയാണ്. താമർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ CBI അറസ്റ്റ് നടന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. ഈ 4 പോലീസുകാരുൾപ്പെടെ എല്ലാ ഇതിൽ പ്രതികൾ ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഈ സ്വാഭാവിക മരണമായി അവസാനിക്കേണ്ട ഈ ഒരു കൊലപാതകം പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത 24 ഉൾപ്പെടെയുള്ള മാധ്യമ ധർമ്മത്തെയും ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലൈംഗികാതിക്രമ കേസിൽ മുൻമന്ത്രി HD രേവണ്ണ കസ്റ്റഡിയിൽ. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് HD രേവണ്ണ കസ്റ്റഡിയിലാവുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? ലൈംഗികാതിക്രമ കേസിൽ HD രേവണ്ണ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബംഗളൂരുവിലെ HD ദേവഗൌഡയുടെ, അതായത് മുൻ പ്രധാനമന്ത്രിയും JDS-ന്റെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള HD ദേവഗൌഡയുടെ വസതിയിൽ വെച്ചാണ് മകൻ രേവണ്ണയെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. റീജി സൂചിപ്പിച്ചതുപോലെ തന്നെ നോട്ടീസ്, അതായത് 3 തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 2 കേസുകളാണ് HD രേവണ്ണക്ക് എതിരായിട്ടുള്ളത്. ഒന്നാമത്തേത് വീട്ടുജോലിക്കാരിയായിട്ടുള്ള യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. അതോടൊപ്പം തന്നെ മൈസൂരു സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവതി, അതായത് പ്രജുൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നൊരു മറ്റൊരു കേസ് കൂടിയുണ്ട്. ഈ 2 കേസുകളിലും രേവണ്ണ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ രേവണ്ണക്കായി വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് അന്വേഷണ സംഘം നടത്തിയത്. ഹാസനിലെ രേവണ്ണയുടെ വീട്ടിലും JDS കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇപ്പോൾ ഒടുവിൽ ബംഗളൂരുവിലെ ദേവഗൌഡയുടെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ HD രേവണ്ണയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് രേവണ്ണയെ മാറ്റിയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. 2 കേസുകളും നോൺ ബെയിലബിൾ ആണ്, ജാമ്യമില്ലാത്ത കേസാണ്
കടുത്ത പ്രതിസന്ധി, വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ JDS നേതൃത്വത്തിന് NDA സഖ്യത്തിനുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് JDSന്റെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രി ദേവഗൌഡയുടെ മകൻ ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. തുടർ നടപടികൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവഗൌഡയുടെ വസതിയിൽ വെച്ചാണ് പിടികൂടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അന്വേഷണ സംഘം HD രേവണ്ണയെ ഇപ്പോൾ അന്വേഷണ സംഘം ബംഗളൂരുവിലെ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ, ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇതൊക്കെ രാഷ്ട്രീയ ആയുധമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിൽ HD രേവണ്ണയുടെ കസ്റ്റഡിയും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാൻ പോവുകയാണ്. പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? അരുൺ പൂപ്പറമ്പ്. ശ്രീജിത്ത്, ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കോൺഗ്രസ് ഇത് പ്രചാരണായുധമായി ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയിലാണ് നമുക്കറിയാം കർണാടകയിൽ ദേവഗൌഡ കുടുംബം എന്ന് പറയുന്നത് JDS അതോടൊപ്പം തന്നെ ദേവഗൌഡ കുടുംബം എന്നുള്ളത് NDA സഖ്യത്തിന്റെ ഭാഗമാണ്. അത്തരത്തിൽ കൂടി കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് BJPക്ക് NDA സഖ്യത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ BJP സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. JDSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ കസ്റ്റഡിയിലാവുന്നു. രേവണ്ണയുടെ മകൻ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ലുക്കൌട്ട് സർക്കിൾ ഉൾപ്പെടെ നേരത്തെ ഇറക്കിയതാണ്. കടുത്ത സമ്മർദ്ദം അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ആ രീതിയിലുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ പിതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള HD രേവണ്ണ കൂടി കസ്റ്റഡിയിലാവുന്നത്. തീർച്ചയായും കടുത്ത പ്രതിസന്ധിയാണ് NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസിന് ഇത് വീണ് കിട്ടിയ ആയുധമാണ്. കർണാടകയിൽ 14 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് അവശേഷിക്കുന്നത്. ആ 14 മണ്ഡലങ്ങളും NDA വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളും ജയിച്ച മണ്ഡലമാണ്. ഇത്തവണ ചില മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമുണ്ടെങ്കിലും ഈ 14 സീറ്റുകളും ജയിക്കാൻ സാധിക്കുമെന്നാണ് നേരത്തെ NDA സഖ്യം കരുതിയിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ്, HD രേവണ്ണ ഉൾപ്പെടുന്ന കേസ് ഉൾപ്പെടെ വലിയ വിവാദമായി ഒരു ഇടുത്തി പോലെ NDA സഖ്യത്തിന് മേൽ പതിക്കുന്നത്. അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ വിവാദമായി. അതിനിടയിൽ ഇപ്പോൾ ദേവഗൌഡയുടെ മകനും മുൻ മന്ത്രിയുമായിട്ടുള്ള രേവണ്ണ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൂടിയാവുമ്പോൾ NDA സഖ്യത്തിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. ശ്രീജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി HD രേവണ്ണ കസ്റ്റഡിയിലാവുകയാണ്. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതും തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദേവഗൌഡയുടെ വസതിയിൽ നിന്നാണ് ഇപ്പോൾ രേവണ്ണ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി. വയനാട് DFO A ഷജിനയെ സ്ഥലം മാറ്റി. ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, നേരത്തെ DFOക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും പിന്നീട് അത് മരവിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതൊരു സാങ്കേതികമായ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ നടപടിയെടുത്തത് ശരിയായോ എന്നുള്ള ഒരു സംശയത്തെ തുടർന്നായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DFOക്ക് ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്നുള്ള വിലയിരുത്തൽ വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന നിഗമനം? നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെ? ദീപക് ധർമ്മടം. റീജിത്ത്, സുഗന്ധഗിരി വനം കൊള്ള, അതായത് അത് സർക്കാരിൻ്റെ നിക്ഷിപ്ത വനത്തിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും വനം കൊള്ള നടത്തിയതായിരുന്നു. 20 മരം മുറിക്കാൻ, ജീവനും സ്വത്തിനും അപകടകരമായ സാഹചര്യത്തിലുള്ള 20 മരം മുറിക്കാനുള്ള പെർമിറ്റിൻ്റെ മറവിൽ 100 കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു. ആ വനംകൊളയിലായിരുന്നു നേരത്തെ ഒരു സസ്പെൻഷൻ ഉത്തരവിറങ്ങിയത്. ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അത് മരവിപ്പിച്ചു. വനം മന്ത്രി ഇടപെട്ട് തന്നെയായിരുന്നു അത് മരവിപ്പിച്ചത്. അന്ന് സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മരവിപ്പിച്ചത്. അതിലാണിപ്പോൾ ആഴ്ചകൾക്ക് ശേഷം ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ കർശന നടപടിക്കുള്ള നിർദ്ദേശം വനം വകുപ്പിന് നൽകിയിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ചില റിപ്പോർട്ടുകൾ, പരിശോധനകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വനം വിജിലൻസിൻ്റെ മേധാവി ഡോക്ടർ L ചന്ദ്രശേഖരൻ്റെ റിപ്പോർട്ടിലെ ആദ്യ പരാമർശം DFOക്കെതിരെയായിരുന്നു. പക്ഷേ എന്നാൽ DFOക്കെതിരെ വിശദീകരണം വാങ്ങിച്ചു നടപടി വേണം എന്നതായിരുന്നു പരാമർശം. എന്നാൽ റൂൾ പ്രകാരം അത്തരത്തിൽ വിശദീകരണം വാങ്ങിക്കേണ്ടതില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഒടുവിൽ നിയമോപദേശങ്ങളും മറ്റ്
കൂടിയാലോചനകൾക്ക് ശേഷം വനം വകുപ്പ് എത്തി എന്നുള്ളതാണ് മനസ്സിലായത്. ഏതായാലും ഇപ്പോൾ പുതിയ ഉത്തരവിൽ പറയുന്നത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറ്റികൾ കൃത്യമായി പരിശോധിച്ച് ഫീൽഡ് പരിശോധന ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല ഈ വനം കൊള്ളക്കാർക്ക് മുറിച്ച മരങ്ങൾ കടത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും സസ്പെൻഷൻ നടപടിയില്ല. സൗത്ത് വയനാട് DFO A സജിനയ്ക്ക് എതിരെ സ്ഥലം മാറ്റ നടപടിയാണ്. കാസർഗോഡ് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ല. സ്ഥലം മാറ്റം എന്ന നടപടിയിൽ അത് ഒതുങ്ങിപ്പോവുകയാണോ ദീപക്? അങ്ങനെ വേണം നമുക്കിതിനെ വിലയിരുത്താൻ. കാരണം നേരത്തെ ഒരു സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങുന്നു. ആ സസ്പെൻഷൻ ഉത്തരവിൽ 3 പേർക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഉത്തരവ്. പക്ഷേ എന്നാൽ അത് പൊടുന്നനെ മരവിപ്പിക്കപ്പെട്ടു. പക്ഷേ ചില കൂടിയാലോചനകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ അവരെ ഇപ്പോൾ ഈ ടെറിട്ടറി ചുമതലയിൽ നിന്നും വനസംരക്ഷണ ചുമതലയിൽ നിന്നും പൂർണ്ണമായി മാറ്റി സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ കാസർകോട്ടെ ചുമതലയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഉത്തരവിൽ കൃത്യമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ്, മാത്രവുമല്ല ഗുരുതരമായ വീഴ്ചയുണ്ടായതായി സർക്കാർ കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവിൻ്റെ 1-ാം പാരഗ്രാഫ്. 2-ാം പാരഗ്രാഫിലാണ് സ്ഥലം മാറ്റം പറയുന്നത്. മാത്രവുമല്ല ഒലവക്കോടുള്ള ഒരു ACF-നാണ് ഇപ്പോൾ താൽക്കാലിക അഡീഷണൽ ചാർജായി വയനാടിൻ്റെ ടെറിട്ടറി ചുമതല DFO ചുമതല നൽകിയിരിക്കുന്നത്. ഏറെ വിവാദമായ ഒരു വനംകൊള്ളയാണ് ഇത്. കാരണം കാട്ടിലെ മരം ഏതെങ്കിലും റവന്യൂ ഭൂമിയിലെ മരമല്ല, കാട്ടിലെ സർക്കാരിൻ്റെ അധീനതയിലുള്ള മരം മുറിച്ചു കടത്തുകയായിരുന്നു. അതും ജീവന് സുരക്ഷാ ഭീഷണി എന്ന പേരിൽ 20 പെർമിറ്റ് കരസ്ഥമാക്കി 100-ലേറെ മരങ്ങൾ മുറിച്ചു കടത്തുന്നു. അതിലാണ് സർക്കാരിൻ്റെ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഇതിൻ്റെ അന്വേഷണം പോലും സർക്കാർ ചിലപ്പോൾ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള സാധ്യത പോലും ആലോചനയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്, ദീപക്, ഉദ്യോഗസ്ഥരുടെ അറിവുണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതടക്കമുള്ള കണ്ടെത്തലുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. തടി കടത്തി കൊണ്ടുപോകാൻ അനുകൂലമായ സാഹചര്യം രൂപപ്പെടുത്തി എന്ന തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്ന കേസാണ്. ചില കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ ദീപക്? സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വയനാട് DFO A ഷജിനയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ആ സസ്പെൻഷൻ ഉത്തരവ്, DFOയുടെ സസ്പെൻഷൻ ഉത്തരവ് വന്നിരുന്നെങ്കിലും പിന്നീട് അത് മരവിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അന്വേഷണത്തിന് ശേഷം DFO A ഷജിനയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ടൗട്ടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് അജ്മീർ ഷാ എന്ന ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളെയും കാണാതായിട്ട് നാളെ 3 വർഷം തികയുകയാണ്. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് ചുഴലിക്കാറ്റിൽപ്പെട്ടത്. ബോട്ടിന് നഷ്ടപരിഹാരവും കാണാതായവരുടെ കുടുംബത്തിന് ധനസഹായവും വേണം എന്നാണ് മറ്റു മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മെയ് 5-നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് അജ്മീർ ഷാ എന്ന ബോട്ട് മത്സ്യബന്ധനത്തിനായി പോയത്. 16 മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. സാധാരണ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാറാണ് പതിവ്. 3 വർഷം കഴിഞ്ഞിട്ടും ഈ ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളും തിരിച്ചെത്തിയിട്ടില്ല. 3 വർഷം മുൻപ് മെയ് 10-നാണ് ടൗട്ടെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് എത്തിയത്. ഈ സമയം കാർവാറിൽ നിന്ന് ഏകദേശം 60 നോട്ടിക്കൽ മൈൽ ദൂരത്തായിരുന്നു ബോട്ട്. ഡോണിയർ വിമാനവും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് 1.5 മാസത്തോളം തിരച്ചിൽ. പക്ഷേ നിരാശയായിരുന്നു ഫലം. ബോട്ടിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളിൽ 12 പേർ തമിഴ്നാട് സ്വദേശികളും 4 പേർ പശ്ചിമബംഗാൾ സ്വദേശികളും. ഇപ്പോഴത്തെ അവസ്ഥ 16 കുടുംബം എന്ന് പറഞ്ഞാൽ 16 സഹോദരന്മാരെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെന്ന് ഞാൻ പറയില്ല. കാരണം ഓലുണ്ടായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും 16 കുടുംബത്തിൽ 4 ചേട്ടാനിയന്മാരുണ്ട്, 3 ചേട്ടാനിയന്മാരുണ്ട്, 2 ചേട്ടൻ അച്ഛനും മകനുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. മെയിനായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളിപ്പോൾ ഇവിടെ ബോട്ട് ഓണേഴ്സിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു സംഖ്യ ഭീമമായിട്ട് ബോട്ട് മുതലാളിമാരും ബോട്ട് ഓണേഴ്സായിട്ട് നമുക്ക് ഇവിടുത്തെ ബോട്ട് ഓണേഴ്സ് വളരെയധികം ശേഖരിച്ചിട്ട് ഒരു ചെറിയ പിരിവ്, അതിലൊരു ചെറിയ സംഖ്യ എല്ലാവർക്കും കുറയിച്ച് കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അവരെ കുടുംബത്തിനെ സഹായിക്കണമെങ്കിൽ സർക്കാർ നമ്മളെ സഹായിക്കണം, അതേ പറ്റുള്ളൂ. കടം വാങ്ങി കടലിലിറക്കിയതാണ് ബോട്ട്. അതാണ് പൂർണ്ണമായും നഷ്ടമായത്. തിരച്ചിലിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ലഭിച്ചു. പക്ഷേ ബോട്ടിനൊരു നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചില്ല. കാണാതായ 12 തമിഴ്നാട് സ്വദേശികളുടെ കുടുംബത്തിന് അവരുടെ സർക്കാരിന്റെ സഹായമായ 20 ലക്ഷം രൂപ ലഭിച്ചു. ആ കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമാണ് കാണാതായവർ. നമ്മുടെ സർക്കാരിന്റെ ഒരു സഹായം കൂടി ഇവർക്ക് വേണമെന്നാണ് ആവശ്യം. ബോട്ടിനും
ഈ തമിഴ്നാട്ടിലുള്ള കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾ എല്ലാ ദിവസവും നമ്മളെ റിയാസ് മന്ത്രി നമ്മളെ ബേപ്പൂരിലുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ഏത് ഭാഗത്ത് വന്നാലും ഈ ബോട്ടിൻ്റെ ഓണർമാരും ഞങ്ങളെ ബോട്ട് അസോസിയേഷൻ ആളുകളും നിരന്തരമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഞങ്ങളുടെ ശ്രമം. അതിന് എത്രയും പെട്ടെന്ന് അതിന് ഇപ്പം നാളത്തോടു കൂടി 5-ാം തീയതിയോട് കൂടി 3 വർഷം തികയാണ്. ബോട്ടിന് ധനസഹായം വേണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ ബോട്ടുടമകൾ നിരവധി തവണ കണ്ടുകഴിഞ്ഞു. തിരച്ചിൽ എന്നോ അവസാനിപ്പിച്ചതാണ്. പക്ഷേ എന്നെങ്കിലും തീരത്തെത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് 16 തൊഴിലാളികളുടെയും കുടുംബങ്ങൾ. ബേപ്പൂർ ഹാർബറിൽ നിന്ന് മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24. പൊതുജനം കഴുതയല്ല സാർ. 16ഓളം തൊഴിലാളികളും ബോട്ടും കാണാതായിട്ടും അവർക്കുള്ള നഷ്ടപരിഹാര തുക, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ അതൊന്നും 3 വർഷമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. സർക്കാരിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കണം, എന്നാലേ നമുക്ക് കുടുംബത്തിനെ വല്ല കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും നിവേദനം കൊടുത്തിട്ടുണ്ട്. ബോട്ട് പോയത് സർക്കാർ തലത്തിൽ തന്നെ അറിയും. എല്ലാ റിട്ടേൺ തിരിച്ചു വരാണ്. സാമ്പത്തിക സഹായം ഇതുവരെ ഒന്നും പ്രതീക്ഷമായി കിട്ടിയിട്ടില്ല. അത് സർക്കാർ കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് സഹായിക്കാൻ പറ്റും. 16 ജീവനായി പോയത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കാര്യമായ കിട്ടാതെ ആ കുടുംബത്തിന് നമുക്ക് കാര്യമായി അന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ഇടപാടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടലിൽ പോണ ആളുകളല്ലേ, അവർക്ക് ഇവരെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സാമ്പത്തികമായിട്ടും കിട്ടണം. പിന്നെ ഈ കടൽ വഴി മറ്റേ നേവിൻ്റെ കപ്പലൊക്കെ ഉണ്ടല്ലോ, കപ്പൽ വഴിയൊക്കെ നമ്മൾ എന്തെങ്കിലും പോയി പറഞ്ഞാൽ ഓരോ അന്വേഷണങ്ങളൊക്കെ വേണം. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, അതിൻ്റെ ഒരു സഹായം വേണം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ ജീവനും രക്ഷപ്പെടും. അരളിപ്പൂവ് വില്ലനാണോ, അരളിപ്പൂവ് അപകടകാരിയോ എന്നുള്ള ചർച്ചയാണ് 2 ദിവസമായി പൊതുമധ്യത്തിലുള്ളത്. ആലപ്പുഴ ഹരിപ്പാട് പൂവ് കഴിച്ചതിന് പിന്നാലെ യുവതി മരിച്ച സംഭവമാണ് ഈ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിൽ പൂവ് ഉപയോഗിക്കുന്നതിൽ ദേവസ്വം ബോർഡിനും ആശങ്കയുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിന് ശേഷം മാത്രമേ അരളി ഒഴിവാക്കൂ എന്ന നിലപാടിലാണ് ബോർഡ്. അരളിപ്പൂവ് അപകടകാരിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് നാട്. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രന്റെ മരണമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയത്. ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അരളിപ്പൂവ് ദേവസ്വം ബോർഡിനും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി കാണപ്പെടുന്ന പൂക്കളിൽ ഒന്നാണ് അരളി. ക്ഷേത്രങ്ങളിലെ പൂജകൾക്കും നൈവേദ്യത്തിനുമടക്കം അരളിപ്പൂ ഉപയോഗിക്കുന്നു. അരളിച്ചെടിയുടെ ഇലയും തണ്ടും പൂവും വിഷമാണെന്ന തരത്തിലുള്ള പഠനങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ചില മെഡിക്കൽ വിദഗ്ധരെങ്കിലും അരളിപ്പൂ കഴിക്കരുതെന്ന് കർശനമായി വിലക്കിയിട്ടുമുണ്ട്. നെരിയം ഒലാൻഡർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അരളി കഴിച്ചാൽ നാഡീവ്യൂഹത്തെ ബാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നഴ്സിംഗ് ജോലിക്കായി UK പോകുന്നതിനിടെയാണ് ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രന്റെ മരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ സൂര്യ കുഴഞ്ഞു വീഴുകയായിരുന്നു. യാത്രക്കിടയിൽ 2 തവണ ഛർദ്ദിക്കുകയും ചെയ്തു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷാംശം ഉള്ളിൽ ചെന്നാണ് യുവതി മരിച്ചെന്നാണ് നിഗമനം. വിഷമുള്ളിൽ ചെന്ന് ആന്തരികാവയവങ്ങളെ ബാധിച്ചു. കാർഡിയാക് ഹെമറേജ് സംഭവിച്ചാണ് മരണം. യാത്രയ്ക്ക് തൊട്ടുമുമ്പ് അയലത്തെ വീട്ടിലെത്തി യാത്ര ചോദിക്കുന്നതിനിടയിൽ അശ്രദ്ധമായി അരളിയുടെ ഇലയും കായും ഭക്ഷിച്ചുവെന്ന ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഇതാണ് അരളിപ്പൂവാണോ സൂര്യയുടെ മരണത്തിന് കാരണമെന്നത് സംശയത്തിനിടയാക്കുന്നത്. യുവതിയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ അരളിയാണോ മരണത്തിനിടയാക്കിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അരളിപ്പൂ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ചർച്ചയായി. ഔദ്യോഗിക പരിശോധനാ ഫലം വന്നതിനു ശേഷം പൂവ് അപകടകരമെങ്കിൽ ക്ഷേത്രപൂജകളിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. എന്തായാലും ഇത് അപകടകരമാണെങ്കിൽ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. ആരോഗ്യവകുപ്പിന്റെ കൂടി നിർദ്ദേശം കണക്കിലെടുത്താകും അന്തിമ തീരുമാനം. ക്ഷേത്രപൂജാദി കാര്യങ്ങളിൽ അരളിപ്പൂവിന് തൽക്കാലം വിലക്കില്ല. യുവതിയുടെ മരണത്തിനിടയാക്കിയത് അരളിപ്പൂവാണോ എന്നതിൽ സ്ഥിരീകരണവുമില്ല. പക്ഷേ അരളിപ്പൂവ് വിഷാംശമുള്ളതെന്ന് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ ദേവസ്വം ബോർഡും ആരോഗ്യവകുപ്പും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ, 24.
ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് തെറ്റായതാണ്, വിഷാംശം ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്. അതിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. വിഷാംശം ഉള്ളതാണ്. അപ്പോൾ വിഷാംശം ഉള്ളപ്പോൾ മാറ്റുന്നതാണ് അഭിപ്രായം. നല്ലത്, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അത് വർഷങ്ങളായിട്ട് വിശ്വാസപരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അങ്ങനെ ഒരു സയന്റിഫിക്കലി പ്രൂവ് ആയി കഴിഞ്ഞാൽ അത് മാറ്റണം. കാരണം നമ്മുടെ മനുഷ്യന്റെ ജീവിതമല്ലേ ഏറ്റവും വലുത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറ്റണം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിഷമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കേട്ടിട്ടുണ്ട്. അതുമായിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഡോക്ടേഴ്സ് അത് വിഷമാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടതല്ലേ. ഭാരതപ്പുഴയിൽ നിന്നുള്ള ദുരിതകഥകൾ അവസാനിക്കുന്നില്ല. ഇന്നലെ പുഴയ്ക്ക് സമീപത്തെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് മലിനജലം ഒഴുക്കിയതോടെ കുടിവെള്ളം തന്നെ മലീമസമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടൊപ്പം കടുത്ത വേനലും ഭാരതപ്പുഴയെ വിഴുങ്ങിയിരിക്കുകയാണ്. നിലയ്ക്ക് കുറുകെയുള്ള പാമ്പാടി ലക്കിടി തടയണയിലെ വെള്ളം വറ്റിയത് മൂലം ജല അതോറിറ്റിയുടെ പാമ്പാടി സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പിംഗ് മുടങ്ങി. ദിവസങ്ങളായി കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലാണ് തിരുവില്ലുവാമല പഞ്ചായത്ത്. ഭാരതപ്പുഴ വറ്റി വരണ്ടതോടെ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായ ഒരു നാടുണ്ട്, തിരുവില്ലാമല. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന തിരുവില്ലാമലയ്ക്ക് ഇന്ന് തൊണ്ട നനയ്ക്കാൻ പോലും തുള്ളിയില്ല. 2 പതിറ്റാണ്ടിനിടയിലെ വലിയ വരൾച്ചയിലാണ് ഭാരതപ്പുഴ. ഒഴുക്കുനിലച്ച് വറ്റിവരണ്ട പുഴയിൽ ചെറുകുഴികളിൽ കുമിളകൾ പോലെ വെള്ളം തങ്ങി നിൽക്കുന്നു. കഴിഞ്ഞ വേനലുകളിലൊന്നും വെള്ളം വറ്റിയിട്ടില്ലാത്ത പാമ്പാടി ലക്കടി തടയണ മണൽപ്പരപ്പ് മാത്രമായി. പുഴയിലെ വെള്ളം വറ്റിയതോടെ തിരുവില്ലാമല പഞ്ചായത്തിലാകെ അനുഭവപ്പെടുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. ആളിയാർ അണക്കെട്ട് തുറന്ന് നിളയിൽ വെള്ളമെത്തുകയും പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ തടയണ നിറഞ്ഞു കവിയുകയും ചെയ്താൽ മാത്രമേ പാമ്പാടിയിലെ സ്രോതസ്സിലേക്ക് വെള്ളമെത്താനിടയുള്ളൂ. അശാസ്ത്രീയമായ മണൽവാരലും മറ്റു നടപടികളും ഭാരതപ്പുഴയെ തന്നെ വരൾച്ചയിലേക്ക് നയിച്ചു. ഇന്ന് തിരുവില്ലാമല പഞ്ചായത്ത് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളും കുടിവെള്ളമില്ലാത്ത ദയനീയ അവസ്ഥയിലാണ്. തിരുവില്ലാമലയ്ക്ക് പുറമെ പാമ്പാടി മേഖലയിലും ടൗണിലും വെള്ളമെത്തുന്നത് ഇവിടെ നിന്നാണ്. ഭാരതപ്പുഴ വറ്റിവരണ്ടതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഒരു നാടാകെ. ഈ പ്രദേശവാസികൾ ഒരു 80% ആളുകളും ഈ ഭാരതപ്പുഴയുടെ വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് കുറച്ച് ജലനിധികളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നൊരിക്കലും കൂടുതൽ പ്രദേശങ്ങളും ഈ പുഴയാണ് കുടിവെള്ളത്തിന് ആശ്രയം. ഈ പുഴയിലെ കുടിവെള്ളം പൈപ്പിൽ മുഖേന ലഭ്യമാകുക എന്ന് മാത്രമല്ല, ഈ പുഴയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമേ മറ്റു വീടുകളിലെ കിണറുകളിലേക്ക് റീചാർജിങ് നടക്കുന്നുള്ളൂ. പല വീടുകളിലെയും കിണറുകളും അതുകൊണ്ട് വറ്റി വരണ്ടിരിക്കുകയാണ്. ഏറ്റവും രൂക്ഷമായ ജലക്ഷാമമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തടയണയ്ക്ക് സമീപം ചാല് കീറി വെള്ളം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ തിരുവില്ലാമല പഞ്ചായത്ത്. എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഗികമായിട്ടെങ്കിലും ഈ ചെക്ക് ഡാം വറ്റിയിട്ടുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഇത് വളരെ നേരത്തെ, ഇനിയും 1 മാസത്തോളം ഉള്ള കടുത്ത വേനൽ നിലനിൽക്കുകയാണ്. അതിനു മുമ്പ് തന്നെ പൂർണ്ണമായി പുഴ വറ്റി വരേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ട് മറ്റു സംവിധാനത്തിലൂടെ വെള്ളം എത്തിച്ചെങ്കിൽ മാത്രമാണ് വരുന്ന ദിവസങ്ങളിൽ പമ്പിംഗ് പുനരാരംഭിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് വസ്തുത. തടയണയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണർ വൃത്തിയാക്കി ചാലുകീറി വെള്ളമെത്തിച്ച് അവിടെ നിന്ന് പാമ്പാടി ജലപദ്ധതിയുടെ ഫിൽറ്റർ പ്ലാന്റിലേക്ക് വെള്ളമെത്തിക്കാനാണ് നീക്കം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും വെള്ളം വിതരണം ചെയ്യാനുള്ള ഫണ്ട് 6 ലക്ഷമായി നിജപ്പെടുത്തിയതിനാൽ 10 ദിവസത്തിനുള്ളിൽ ജലവിതരണം നിർത്തേണ്ടി വരുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വേനൽ കൂടുതൽ കനത്താൽ ഭാരതപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ പ്രതിസന്ധി രൂക്ഷമാകും. പാമ്പാടി ചെക്ക് ഡാമിലേക്കെങ്കിലും അടിയന്തരമായി ജലമെത്തിച്ചില്ലെങ്കിൽ ഈ വരൾച്ചയെ അതിജീവിക്കാൻ കഴിയില്ലെന്നാണ് തിരുവില്ലാമല നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ.
വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ്. നിറഞ്ഞൊഴുകാതെ തിരുവല്ലോമലയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. ഇപ്പോൾ വളരെ പ്രയാസമായിട്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുക. കിണറുകളിലായാലും മറ്റുള്ള എല്ലാ ജലമേഖലകളിലും എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കുടിവെള്ളം അത്യാവശ്യം ഇങ്ങനെ കിട്ടുന്നു മാത്രം. പിന്നെ ഈ ലാസ്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരാറില്ല. ഈ പൈപ്പിൽ ലാസ്റ്റ് ഇങ്ങനെ വന്ന് തങ്ങി നിൽക്കുന്നത്. പുഴയിൽ വെള്ളം കുളിക്കാനൊന്നും പറ്റില്ല, വേറെ ഒന്നുമില്ല. വെള്ളത്തിലിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ജലനിധി കണക്ഷൻ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ട്, അതും 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന തീരെ വെള്ളമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള വെള്ളമൊന്നും ഇതുവരെ ഇവിടേക്ക് തുടങ്ങിയിട്ടൊന്നുമില്ല. കുടിവെള്ളത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നൊരു സമയമാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ ഈ ഭാരതപ്പുഴ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും കുളിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഭാരതപ്പുഴ. അതുകൊണ്ട് എല്ലാവരും വളരെ സങ്കടത്തിലാണ്. കോട്ടയം ചങ്ങനാശ്ശേരി ജലപാതയിൽ പോള മൂടിയതോടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് 20ഓളം കുടുംബങ്ങൾ. ടൗണിൽ നിന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരമെങ്കിലും ഇവർക്ക് പുറം ലോകം കാണാൻ കഴിയുന്നില്ല. ജനപ്രതിനിധികളെ പരാതി അറിയിച്ചെങ്കിലും ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കാവാലിക്കര. പായിപ്പാട് വാഴപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശം. എനിക്ക് പിന്നിൽ കാണുന്നത് സംസ്ഥാന ജലപാത കൂടിയാണ്. ഇങ്ങനെ പോള തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് കാണാൻ അല്പം ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇരു കരകളിലും താമസിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാണ്. അക്കരയെത്താൻ കേവലം 25 മീറ്റർ. പക്ഷേ പോള വകഞ്ഞുമാറ്റി ചങ്ങാടം തുഴഞ്ഞെത്താൻ കുറഞ്ഞത് 1 മണിക്കൂർ എടുക്കും. രോഗികളെയും കൊണ്ടൊന്നും പോകാൻ പറ്റുന്നില്ല. കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസം മുടങ്ങി. വേണ്ട നഴ്സറി പോകുന്ന കുട്ടികൾ പോകാതായിട്ട് ആഴ്ചകളായി. 1 മാസത്തിന് അടുത്തായി കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയാണെങ്കിൽ മിനിഞ്ഞാന്ന് പ്രഷർ താന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാതെ അടുത്ത വീട്ടിലൊരു നേഴ്സ് ചേച്ചി വന്നാണ് ചികിത്സയും കാര്യങ്ങളുമൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോള കാരണം മുടങ്ങിയത് യാത്ര മാത്രമല്ല, കൃഷിക്കോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ വെള്ളമില്ല. കൊടുംവേനലിൽ കുടിവെള്ളവും കിട്ടാക്കനി. സ്വന്തമായി നിർമ്മിച്ച ചങ്ങാടത്തിലുള്ള യാത്രയും അപകടകരമാണ്. ഈ സ്ഥിതി തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു ജീവൻ ഇവിടുന്ന് പോയെങ്കിൽ കൂടിയും ആരും ഇതിനൊന്നും ഒരു നടപടി ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നു, അവർ കൃത്യമായിട്ട് വോട്ട് ചോദിക്കാനായിട്ട് കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഫണ്ട് പിരിക്കാനായിട്ട് വരുന്നുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്നത് 15 കുടുംബങ്ങളാണ്. അവിടെ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്. പോള മാറ്റി തരാണെങ്കിൽ വലിയ ഉപകാരം. എൻ്റെ അമ്മ 9 മാസം ഗർഭിണി. അമ്മയ്ക്കാണെങ്കിൽ ഈ ചെങ്ങാടം കിടക്കാൻ ഭയങ്കര പാടാണ്. അത് കാരണം ബോട്ട് വരുമ്പോൾ കുറേ താമസിക്കും. ബോട്ട് പയ്യെ വരുന്നു പോളയൊക്കെ ഉള്ള കാരണം. അമ്മ ബോട്ടിനാണ് പോയത്, കുറേ താമസിച്ച്. ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് കാവാലിക്കര, ലോക്സഭാ മണ്ഡലം മാവേലിക്കരയും. ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം തൽക്കാലം ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ ജനപ്രതിനിധികളും കൈയൊഴിഞ്ഞു. ജീവിത പ്രാരാബ്ദങ്ങൾക്കു നടുവിൽ ഇവരുടെ ആവശ്യം ഒന്നേയുള്ളൂ. പോളയൊക്കെ തള്ളിയിട്ടുണ്ടല്ലോ, പാലം മേലി വെച്ച്. ഈ മുഖങ്ങളിൽ കൂടി പുഞ്ചിരി പടർത്താൻ കഴിഞ്ഞാലേ ജനാധിപത്യം കൂടുതൽ സുന്ദരമാകുമെന്നാണ് കാവാലിക്കരക്കാർ പറയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. 20 കുടുംബങ്ങൾക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അധികൃതരുടെ മറുപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. അവരുടെ പ്രശ്നം എന്താണെന്ന് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ടാകും. അധികൃതരുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വെക്കുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അവർ പരിശോധിക്കട്ടെ. ചില പ്രതികരണങ്ങൾ കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാം. അതിലേക്ക്
ഞാൻ പശുവിനെ കറന്ന് പാലുമായിട്ട് ഇവിടെ വന്ന് ഈ പോളയ്ക്കതിൽ കടന്ന് ഇപ്പുറത്ത് വരുമ്പം 1 മണിക്കൂർ എടുക്കും. സൊസൈറ്റിയിൽ ഈ പാലും കൊണ്ട് ചെല്ലുമ്പോഴത്തേന് സൊസൈറ്റി അടച്ചു പോകും. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നിട്ടാണ്. അതായത് തീറ്റ കൊണ്ടുപോകാൻ പറ്റുകയില്ല, പുല്ല് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഒന്നും പറ്റുകയില്ലാത്ത അവസ്ഥയിലായി. അമ്മയാണെങ്കിൽ രോഗിയായി, അമ്മേനെ പോലും ഒരിടത്തും കൊണ്ടുപോകാൻ മേലാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ പശു വളർത്തും നിർത്തി ഇപ്പം നിന്നിരിക്കുന്നൊരവസ്ഥയാണ്. ഈ ചങ്ങാടത്തെ വേണം എനിക്കിതെല്ലാം കൊണ്ടുപോകാനായിട്ട്. ഞങ്ങളുടെ അവസ്ഥ ഇതാ, ഞങ്ങൾക്ക് ഈ തോടെല്ലാം വൃത്തിയാക്കി തരണം. പിന്നെ ഞങ്ങൾക്ക് തുണി അലക്കാനോ കുളിക്കാനോ എടുക്കാനോ ഒന്നിനും ഒരു സൗകര്യമില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇത് പോളെ കിടക്കുന്നുണ്ടോ, അത് ഞങ്ങൾക്ക് മാറ്റി തന്ന് സഹായിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. തുണി അലക്കാൻ പറ്റത്തില്ല. പോള തള്ളി മാറ്റി കഴിയുമ്പോൾ ഒന്ന് തള്ളി കഴിയുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് വരിക. പിന്നെ ചൊറിച്ചിലുണ്ട് ഈ വെള്ളത്തിന്, കുളിക്കാനൊന്നും പറ്റത്തില്ല. അതൊരവസ്ഥ. പിന്നെ അക്കരെ ഇക്കരെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെന്ന് തന്നെ അക്കരെ ഇക്കരെ ഒന്നും പോകാൻ പറ്റത്തില്ല. പോള തിങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ല. വെള്ളമാണെങ്കിലും കുടിക്കാൻ വെള്ളം വേണമെങ്കിലും അവർക്ക് ഇക്കരെ വരണം. MLA പറഞ്ഞ MLA നടക്കത്തില്ല പറയും. MLA ഇതിനുപോലെ ഒരു വള്ളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ആ വള്ളം ആരെയും അറിയത്തില്ല. ഈ കേരളത്തിലെ 2ാമത്തെ ദേശീയ ജലപാത ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണം. വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ എന്താണ്? ബൽറാം. റീജിത്ത്, അല്പസമയം മുമ്പാണ് ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ വെച്ച് വ്യോമസേനയുടെ വാഹനത്തിന് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായത്. ഈ വ്യോമസേനയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ഭീകരർ ഒളിച്ചിരുന്ന് വെടിയുതിർക്കുകയായിരുന്നു. ഈ വ്യോമസേന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ, അത് ട്രക്കുകളിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. ആ ട്രക്കിന്റെ 3 വശത്തു നിന്നും വെടിയുതിർത്തിട്ടുണ്ട് ഭീകരവാദികൾ. ഈ വാഹനത്തിന്റെ ഗ്ലാസുകൾ വെടിവെപ്പിൽ തകർന്നിട്ടുണ്ട്. കൂടാതെ ഈ പിൻവശത്തുള്ള ടാർപോളിനടക്കമുള്ളവയിൽ വെടി ഏറ്റിട്ടുണ്ട്. 5 സൈനികർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വ്യോമസേന ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചിരുന്നു. തുടർന്ന് ഈ ഭീകരവാദികൾ ഉടൻ തന്നെ അവിടെ നിന്നും മാറുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തൊട്ടു പിന്നാലെ തന്നെ ഈ വാഹനങ്ങൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അടുത്തുള്ള എയർബേസിലേക്ക് വാഹനങ്ങൾ മാറ്റി. തുടർന്ന് വാഹനങ്ങൾ സുരക്ഷിതമാക്കിയ ശേഷം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾസിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് വേണ്ടി വനമേഖലയോട് ചേർന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ആനയെ വാങ്ങിക്കൊടുക്കാം, പക്ഷേ തോട്ടി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ ഉദാഹരണമായി സാധാരണ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലൊരു അവസ്ഥയാണ് വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിലെ കോട്ടക്കൊല്ലി ആദിവാസി കോളനിയിലുള്ള മനുഷ്യർക്ക്. ഇവർക്ക് കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും മോട്ടോർ ഘടിപ്പിച്ചു കൊടുക്കാൻ 3 വർഷമായിട്ടും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഇതോടെ കത്തുന്ന വേനലിൽ കുടിവെള്ളത്തിനായി കുന്നുകയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് ഈ മനുഷ്യർ. ആവശ്യത്തിന് വെള്ളം കുഴൽക്കിണറിന് ഉള്ളിലുണ്ട്, കോരിയെടുക്കാൻ കഴിയില്ല. പമ്പ് ചെയ്യാനുള്ള മോട്ടോർ സംവിധാനം 3 വർഷമായിട്ടും നൽകിയിട്ടില്ല. ഇതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട ഗതികേടിലാണ് കോട്ടക്കൊല്ലി നിവാസികൾ. അങ്ങ് താഴെ കൊല്ലി പോകണം. അവരൊരു മനസാക്ഷി ഉള്ളത് കൊണ്ട് എടുക്കുന്നതിനൊരു പരാതിയില്ല, എടുത്തോളം പറയുന്നുണ്ട്. അവർ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് താഴെ പോകണം. അവിടുന്ന് കയറ്റാൻ തീരെ പറ്റില്ല. ഞങ്ങൾ പണിക്ക് ബത്തേരിയൊക്കെ പോകുമ്പോൾ 6 മണിയാകുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം പണിക്ക് പോകാൻ. വൈകുന്നേരം 6 മണി 6:30 ആവും ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ല, സങ്കടം കൊണ്ട്. ഇവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഒരു കുന്ന് കയറി ഇറങ്ങണം. പൂനാറൻകുടിയിൽ തിലകന്റെയും കുടുംബത്തിന്റെയും മഹാമനസ്കതയില്ലെങ്കിൽ കുടിവെള്ളമില്ല. ഇവരുടെ പറമ്പിലെ കിണറിൽ നിന്നാണ് ഈ കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത്. വെള്ളവുമായി കയറി വരുമ്പോൾ അരികിൽ കാണാം നോക്കുകുത്തിയായി നിൽക്കുന്ന കുഴൽക്കിണർ. 1 വർഷമായി ഇവരുടെ അവസ്ഥ ഈ വിധമാണ്. പട്ടികവർഗ വകുപ്പ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരോട് പരാതി പറഞ്ഞ് മടുത്തു. മോട്ടോറിന് 3.25 ലക്ഷം രൂപ പാസ്സായതായി പറയുന്നുണ്ട്. പക്ഷേ നടപടികൾ എവിടെയും എത്തുന്നില്ല എന്നതിന് സാക്ഷ്യം പറയുന്നു ഇവരുടെ ഈ ദുരിതം.
ഒന്ന് പണിക്ക് പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നം. എന്തിന് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ താഴെ പോയിട്ട് വെള്ളം എടുക്കാൻ പറ്റൂല. കാരണം ഇപ്പോഴുള്ള കാലങ്ങളിൽ കടുവ ഇത് മൊത്തം ഉണ്ട്. ഇതിൽ പണിക്ക് പോയി വരുമ്പോൾ ഒന്ന് കുളിക്കാനോ അലക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ചുമന്നാണ് ഞങ്ങൾ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നത്. എത്ര മെമ്പർമാരുടെ അടുത്ത് പറയുന്നോ അവർ വന്ന് നോക്കുന്നതല്ലാണ്ട് ഇതിന് യാതൊരു നടപടിയും ഇന്നേ വരെ അവർ എടുത്തിട്ടില്ല. ഈ ഫണ്ടിൻ്റെ കാര്യവും ഈ കിണറിൻ്റെ കാര്യവും ഇവർ അന്വേഷിക്കുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട്, രാവിലെ എണീറ്റ് വെള്ളത്തിന് സ്കൂളിൽ പോവുമോ, ഇതിനൊന്നും ഞങ്ങൾക്ക് കഴിയുന്നില്ല. പണിയ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രദേശത്തുകാർ ഏറെയും. വെള്ളമെന്ന അടിസ്ഥാന ആവശ്യത്തിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭരണാധികാരികളോട് ഇവർക്ക് അമർഷമുണ്ട്. 3 വർഷമായിട്ടും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധമുണ്ട്. ഇത് കാണുന്ന ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്, ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അധികൃതർക്ക് എന്താണ് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അവർ പരിശോധിക്കട്ടെ. 3 വർഷമായി പരാതി പറയാൻ തുടങ്ങിയിട്ടെന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുന്നു. യാതൊരു തരത്തിലും അനുകൂലമായ ഒരു സമീപനവും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയും ആക്ഷേപവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. കരാർ കൊടുത്തെന്ന് പറഞ്ഞ കേട്ടു, പൈസയും ശരിയായിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം കരാറെടുത്തവരുമില്ല, പഞ്ചായത്തുകാരുമില്ല. 10-80 കുടുംബങ്ങൾ ഈ കുന്നലുണ്ട്. എല്ലാവരും ഒരുപാട് കഷ്ടത്തിലാണ് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും. മെമ്പറോട് പറഞ്ഞാലും മനസ്സിലാവില്ല, പഞ്ചായത്ത് പ്രസിഡൻറ്റോടും പറഞ്ഞാലും അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ അയാൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ സമയമില്ല. ഇവിടെ കോളനിക്കാരെല്ലാവരും സെറ്റപ്പ് ആക്കിയിട്ട് പൂതാടി പഞ്ചായത്തിലൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2005-ലോ 2006-ലോ ആണ്. അത് നിരാഹാര സമരമായിരുന്നു. ഞങ്ങൾക്കിവിടെ പൈപ്പോ വെള്ളമോ അങ്ങനെയൊന്നുമില്ല. വരുന്നുണ്ട്, 1-2 കാലം കിട്ടിയാലായി. ഇങ്ങനെ പാസ്സാവട്ടെ അത് പാസ്സായിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ എവിടെ ചെന്നാലും. ഞങ്ങൾക്ക് ഇവിടെ ഉരുട്ടവും കമ്മിറ്റിയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങളിത് പറഞ്ഞാലും എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞ കാര്യം പോലും ഇതുവരെ ശരിയാവാത്ത എത്രയോ കുടുംബങ്ങൾ ഈ കോളനിയിൽ തന്നെ ഉണ്ട്. 3 വർഷമായി ഇവിടെ വെള്ളമില്ലാഞ്ഞിട്ട് കഷ്ടപ്പെടുന്നു. ഈ താഴെ കൊല്ലിന്ന് വെള്ളം കയറ്റിയിട്ട് വേണം ഇവിടെ പണി കഴിഞ്ഞു വന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് വെള്ളമായിട്ട് ബുദ്ധിമുട്ടൊക്കെ തീർക്കാൻ. ഒരു മനുഷ്യനോട് പറഞ്ഞാൽ വരികയില്ല, പോവുകയില്ല, അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുന്നത്. അയ്യോ, സ്കൂളിൽ പോകുമ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം. അതിൻ്റെ കഷ്ടം പറഞ്ഞാൽ അതിനെക്കാട്ട് കഷ്ടം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ. എത്ര പറഞ്ഞിട്ട് ഇവർ വന്ന് നോക്കുകയില്ല, മെമ്പർമാരാരും വരികയില്ല. ഞങ്ങളെ കഷ്ടം അവർ അറിയുകയില്ല. പിന്നെ ഇപ്പം നമ്മൾ പരാജയപ്പെട്ടിട്ട് എത്ര വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി HD രേവണ്ണ കസ്റ്റഡിയിലായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. HD ദേവഗൌഡയുടെ വസതിയിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിലെ SIT ഓഫീസിന് മുമ്പിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കർണാടക കടന്നുപോകുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, അല്പസമയം മുമ്പാണ് കർണാടകയിലെ മുൻ മന്ത്രിയും HD ദേവഗൌഡയുടെ മകനുമായിട്ടുള്ള HD രേവണ്ണയെ ലൈംഗികാതിക്രമ കേസിൽ പിടികൂടിയത്. HD ദേവഗൌഡയുടെ വസതിയിൽ, ബംഗളൂരുവിലെ വസതിയിൽ വെച്ചാണ് രേവണ്ണയെ പിടികൂടിയിട്ടുള്ളത്, കസ്റ്റഡിയിലെടുത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലെ അന്വേഷണ സംഘത്തിൻ്റെ CID ഓഫീസിന് മുന്നിലാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ഓഫീസിനകത്താണ് ഇപ്പോൾ HD രേവണ്ണ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് HD ദേവഗൌഡയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നേരെ ഈ ഓഫീസിലേക്കാണ് രേവണ്ണയെ കൊണ്ടുവന്നത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് കർണാടകയിൽ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് 7-ാം തീയതി തെരഞ്ഞെടുപ്പ്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ വളരെ നാടകീയമായി കർണാടകയിലെ JDSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, HD ദേവഗൌഡയുടെ മകനെ, ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അതിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ നാളെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് നമ്മളിപ്പോൾ ലഭ്യമാവുന്നത്. ഇപ്പോൾ പ്രാഥമികമായ SIT ഓഫീസിന് മുമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. HD രേവണ്ണയെ ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.